വിശ്വസിക്കാൻ പ്രയാസമുള്ള ചില നാടകീയ നീക്കങ്ങൾക്കാണ് കഴിഞ്ഞ 24 മണിക്കൂർ സാക്ഷ്യം വഹിച്ചത്. ഒരു വശത്ത് ഇറാന്റെ സാംസ്കാരിക പൈതൃകത്തെ പോലും തുടച്ചു നീക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ വിറപ്പിക്കുന്ന അന്ത്യശാസനം, മറുവശത്ത് ശത്രുവിന്റെ ഹൃദയമിടിപ്പ് പോലും 40 മൈൽ അകലെ നിന്നും തിരിച്ചറിയുന്ന CIA ഗോസ് മർമർ എന്ന അദൃശ്യ സാങ്കേതിക വിദ്യ. മുസ്ലിം ലോകത്തിന്റെ സുരക്ഷാ നായകനായി സ്വയം അവരോധിക്കാനുള്ള പാകിസ്ഥാന്റെ ദീർഘകാലമായുള്ള മോഹങ്ങൾ ഈ യുദ്ധത്തോടെ ഒരു വലിയ പരീക്ഷണത്തെയാണ് നേരിട്ടത്. യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ വെറും 90 മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ പാകിസ്ഥാനും ചൈനയും നടത്തിയ അണിയറ നീക്കങ്ങളും, ഓരോ കപ്പലിനും $2 മില്യൺ ടോൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇറാന്റെ വിചിത്രമായ 10 പോയിന്റ് സമാധാന കരാറും ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ അത്യാധുനിക ചാരതന്ത്രങ്ങളും പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തിയ നയതന്ത്ര യുദ്ധവും എങ്ങനെയാണ് ഒരു താൽക്കാലിക വെടിനിർത്തലിൽ അവസാനിച്ചതെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. വെൽക്കം ടു ലോക. ലോകം ഒരു മഹാവിപത്തിന്റെ വക്കിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടൊരു ദിവസമായിരുന്നു കടന്നുപോയത്. ലോകം ശ്വാസം അടക്കിപ്പിടിച്ചു നിന്ന നിമിഷങ്ങളായിരുന്നു ഇന്നലെ രാത്രി. ഇന്ന് രാത്രി ഒരു വലിയ സംസ്കാരം തന്നെ ഇല്ലാതാകും. ഇതായിരുന്നു ട്രംപിന്റെ ആ ഭീഷണി. കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 7 രാത്രി 8 മണി US ടൈം. ആ സമയം അവസാനിക്കുമ്പോൾ ഇറാന്റെ ഭൂപടം തന്നെ മാറ്റിമറിക്കുമെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. വെറും വാക്കായിരുന്നില്ല. B-52 ബോംബറുകളും ആണവ മുങ്ങിക്കപ്പലുകളും പേർഷ്യൻ ഗൾഫിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ആ ഡെഡ്ലൈൻ അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ലോകം ഒരു 3ാം ലോക മഹായുദ്ധത്തിന്റെ വക്കീലായിരുന്നു. എന്നാൽ അവസാന നിമിഷം ഒരു ട്വിസ്റ്റ്. യുദ്ധത്തിന്റെ ഗതി മാറ്റുന്ന ചില നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ട്രംപ് തന്റെ ആഞ്ഞടിക്കാനുള്ള തീരുമാനം തൽക്കാലം മരവിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ട്രംപ് ഇറാനെ ഇത്രയധികം സമ്മർദ്ദത്തിലാക്കിയത്? ട്രംപ് തന്റെ ഭീഷണിയുടെ അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെ എല്ലാ പരിധികളും ലംഘിച്ചിരുന്നു. അവസാന നിമിഷം യുദ്ധം ഒഴിവാക്കാൻ തിരശ്ശീലയ്ക്ക് പിന്നിൽ നടന്ന ആ ഒരു കളി എന്തായിരുന്നു? എന്താണ് ഈ ഒരു 2 ആഴ്ചത്തെ സീസ് ഫയർ? ഇറാൻ മുന്നോട്ട് വെച്ച ആ 10 കൽപ്പനകൾ അഥവാ 10 പോയിന്റ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്? നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം തന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പറയാം. ഇന്ന് ഏപ്രിൽ 8, 2026 ട്രംപ് ഭരണകൂടവും ഇറാനും തമ്മിൽ 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായിട്ടുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെയും സൈനിക മേധാവി ജനറൽ അസീം മുനീറിന്റെയും മധ്യസ്ഥതയിലാണ് ഈ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായിരിക്കുന്നത്. ട്രംപ് പറഞ്ഞത് വളരെ സിമ്പിളാണ്. ഹോർമുസ് കടലിടുക്ക് ഉടനടി തുറക്കുക, എങ്കിൽ മാത്രം ബോംബിംഗ് ഒഴിവാക്കാം. ഇറാൻ അത് തത്വത്തിൽ അംഗീകരിച്ചു. പക്ഷേ വെറുതെയല്ല. അവർ ട്രംപിന്റെ മുന്നിലേക്ക് ഒരു 10 ഇന നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ഈ കണ്ടീഷൻസ് കേട്ടാൽ ആരുമൊന്ന് അമ്പരക്കും. എന്തൊക്കെയാണ് ഇറാന്റെ ആ ഒരു 10 പോയിന്റ് പ്ലാൻ? ഒന്നാമത്, നോ മോർ അറ്റാക്ക്. ഇനി ഒരിക്കലും ഇറാന്റെ മണ്ണിൽ അമേരിക്കയോ ഇസ്രായേലോ ആക്രമണം നടത്തില്ലെന്ന് ഉറപ്പ് നൽകണം. 2, പെർമനന്റ് എൻഡ് ടു വാർ. ഇതൊരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമല്ല, യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള കരാറാകണം. മൂന്നാമത്തേത്, ഹിസ്ബുള്ളയ്ക്കും ലെബനനും രക്ഷ. ലെബനനിലും ഹിസ്ബുള്ളയ്ക്കും എതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഉടനടി നിർത്തണം. ഇനി 4ാമത്തേത്, സാങ്ഷൻസ് പിൻവലിക്കണം. ഇറാനുമേലുള്ള എല്ലാ സാമ്പത്തിക ഉപരോധങ്ങളും US സാങ്ഷൻസ് നീക്കം ചെയ്യണം. 5ാമത്തേത്, ഹോർമുസ് കടലിടുക്ക് ടോളാണ്. ഇതാണ് ഏറ്റവും വമ്പൻ പോയിന്റ് ശരിക്കും. ലോകത്തിലെ എണ്ണക്കപ്പലുകളുടെ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന ഓരോ കപ്പലും $2 മില്യൺ, ഏകദേശം 16 കോടിയിലധികം രൂപ ട്രാൻസിറ്റ് ഫീ ആയി നൽകണം. ഇനി 6ാമത്തേത്, ഒമാനുമായി വരുമാനം പങ്കിടൽ. അതായത് ഈ കിട്ടുന്ന പണത്തിന്റെ ഒരു ഭാഗം ഒമാന് നൽകും. ഇനി 7ാമത്തേത്, പുനർനിർമ്മാണമാണ്. യുദ്ധത്തിൽ തകർന്ന ഇറാന്റെ ഇൻഫ്രാസ്ട്രക്ചർ പണിയാൻ ഈ പണം ഉപയോഗിക്കും. 8ാമത്തേത്, സുരക്ഷിത പാത. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള യാത്രയ്ക്ക് ഇറാൻ ഗ്യാരണ്ടി നൽകും. 9, US സൈന്യം പിൻവാങ്ങണം. മിഡിൽ ഈസ്റ്റിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ ഘട്ടം ഘട്ടമായി പിൻവലിക്കണം. 10ാമത്തേത്, റീജിയണൽ ഡി എസ്കലേഷൻ. മേഖലയിലെ മൊത്തത്തിലുള്ള സംഘർഷം കുറയ്ക്കാനുള്ള ഒരു വിപുലമായ ചർച്ചയ്ക്ക് തയ്യാറാകണം. ഈ നിർദ്ദേശങ്ങൾ ഓരോന്നും സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇറാൻ കേവലം പ്രതിരോധത്തിലല്ലെന്നും മറിച്ച് ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള കരുത്തുറ്റ വിലപേശൽ ശേഷിയാണ് അവർ പ്രയോഗിക്കുന്നതെന്നും വ്യക്തമാകും. ഏതായാലും ട്രംപ് പറഞ്ഞത് ഈ നിർദ്ദേശങ്ങൾ അത്ര പോരാ എന്ന് തന്നെയാണ്. എങ്കിലും ചർച്ചയ്ക്ക് ഇതൊരു നല്ല തുടക്കമാണെന്ന് അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ 8 മണിയുടെ ബോംബിംഗ് പ്ലാൻ തൽക്കാലം മാറ്റിവെച്ചത്. ട്രംപിന്റെ നയതന്ത്ര ശൈലിയും ഇറാന്റെ സൈനിക തയ്യാറെടുപ്പുകളും തമ്മിലുള്ള ഈ ഒരു ഉരസൽ ലോക സമ്പദ് വ്യവസ്ഥയെ ഏത് രീതിയിൽ ബാധിക്കുമെന്നത് ഗൗരവകരമായ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ആവശ്യപ്പെട്ട ഈ വമ്പൻ തുക ലോകത്തെ വൻകിട എണ്ണ കമ്പനികളും വികസിത രാജ്യങ്ങളും അംഗീകരിക്കുമോ എന്നത് കണ്ടു തന്നെ അറിയണം.
പെട്രോൾ വിലയിൽ വൻ വർധനവിനും അതുപോലെ ആഗോള വിപണിയിൽ ചരക്ക് നീക്കം തടസ്സപ്പെടാനും ഇത് കാരണമായേക്കാം. എങ്കിലും ട്രംപ് ഭരണകൂടം ഈ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാമെന്ന് സമ്മതിച്ചത് തന്നെ ഇറാന്റെ ശക്തി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഇനി ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ രാജ്യത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും 14 കോടി ജനങ്ങൾ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകാൻ സന്നദ്ധരാണെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസെഷ്കിയാൻ നൽകിയ മുന്നറിയിപ്പ് തള്ളിക്കളയാനാവില്ല. രാജ്യത്തെ പ്രധാന വൈദ്യുതി നിലയങ്ങൾക്കും തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്കും ചുറ്റും മനുഷ്യ ശൃംഖല തീർത്ത് പ്രതിരോധിക്കാൻ ഇറാനിലെ യുവത തയ്യാറായതും അമേരിക്കയെ പുനർചിന്തയ്ക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ പ്രാധാന്യമാണത്. ലോകത്തെ മൊത്തം എണ്ണ വിതരണത്തിന്റെ 1/5 ഭാഗവും കടന്നുപോകുന്നത് ഈ ചെറിയ കടൽപാതയിലൂടെയാണ്. ഇറാൻ ഇത് ബ്ലോക്ക് ചെയ്താൽ ലോകത്ത് പെട്രോൾ വില എവിടെ എത്തും എന്ന് ആലോചിച്ചു നോക്കൂ. ആ ഒരു പിടിവള്ളിയിലാണ് ഇറാൻ ഇപ്പോൾ കളിക്കുന്നത്. ഓരോ കപ്പലിനും $2 മില്യൺ എന്നത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം. പക്ഷേ യുദ്ധം ഒഴിവാക്കാൻ വൻകിട രാജ്യങ്ങൾ ഒരുപക്ഷെ ഇതിന് സമ്മതിച്ചേക്കാം. പക്ഷെ കാര്യങ്ങൾ അത്ര സ്മൂത്ത് ആണെന്ന് വിചാരിക്കരുത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇസ്രായേൽ ഇപ്പോഴും ഇറാന്റെ ചില ഭാഗങ്ങളിൽ അറ്റാക്ക് തുടരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ തിരിച്ചും മിസൈലുകൾ തൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ആഴ്ചത്തെ സമാധാനം എത്രത്തോളം നിലനിൽക്കുമെന്നതും കണ്ടറിയണം. ഏപ്രിൽ 10 ഇസ്ലാമാബാദിൽ വെച്ച് നിർണായകമായ ചർച്ചകൾ നടക്കാൻ പോവുകയാണ്. ട്രംപ് പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ സമാധാനം അല്ലെങ്കിൽ പൂർണ്ണമായ നാശം. ഇതിലേതാകും ലോകത്തെ കാത്തിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഈ നിബന്ധനകളൊക്കെ അംഗീകരിക്കുക എന്നത് അത്യന്തം പ്രയാസകരമാണ്. പ്രത്യേകിച്ചും ഹിസ്ബുള്ളക്കെതിരായ നീക്കങ്ങൾ നിർത്തണമെന്ന ആവശ്യം ഇസ്രായേൽ പ്രതിരോധത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. എന്നാൽ അമേരിക്കയിലെ തന്നെ ഒരു വിഭാഗം ഭരണാധികാരികളും വൈസ് പ്രസിഡന്റ് JD വാൻസിനെ പോലെയുള്ളവരും ചർച്ചയിലൂടെയുള്ള ഒരു ശാശ്വത പരിഹാരമാണ് ആഗ്രഹിക്കുന്നത്. റഷ്യയും ചൈനയും ഉൾപ്പെടുന്ന ആഗോള ശക്തികളുടെ ഇടപെടലുകളും ഈ ഘട്ടത്തിൽ നിർണായകമാകും. ട്രംപ് ഭരണകൂടം ഇറാന്റെ 10 കൽപ്പനകളെ എങ്ങനെ ഉൾക്കൊള്ളുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ലോകത്തിന്റെ സമാധാനമെന്ന് പറയണം. ശരിക്കും ഈ ഒരു മിഡ് നൈറ്റ് ഡ്രാമ അവസാനിച്ചുവെന്ന് കരുതുന്നത് വിഡ്ഢിത്തരമായിരിക്കും. കാരണം വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും പലയിടങ്ങളിലും ഇപ്പോഴും ഏറ്റുമുട്ടലുകൾ തുടരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അമേരിക്കയെ പൂർണ്ണമായി വിശ്വസിച്ചിട്ടല്ല ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായിരിക്കുന്നത് എന്നത് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. എങ്കിലും ഹോർമുസ് കടലിടുക്ക് താൽക്കാലികമായി തുറക്കാൻ അവർ സമ്മതിച്ചത് ലോകരാജ്യങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ലോകവിപണിയിൽ എണ്ണവില കുത്തനെ കുറഞ്ഞുവെങ്കിലും ഇസ്രായേൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇറാന് വീണ്ടും ശക്തിപ്പെടാൻ ഈ ഒരു സമയം ഉപകരിക്കാമെന്നാണ് ബെന്യാമിൻ നെതന്യാഹുവിന്റെ പേര്. ഇന്ന് രാവിലെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇറാന്റെ തെക്കൻ തീരങ്ങളിൽ നിന്നും അമേരിക്കൻ കപ്പലുകൾ അല്പം ദൂരേക്ക് മാറിയിട്ടുണ്ട്. എങ്കിലും സംഘർഷാവസ്ഥ പൂർണ്ണമായും മാറിയിട്ടില്ല. ഇസ്ലാമാബാദിൽ നടക്കാൻ പോകുന്ന ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഏപ്രിൽ 22 വീണ്ടും യുദ്ധഭീഷണി ഉയരാൻ സാധ്യതയുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയൊരു ഡിപ്ലോമാറ്റിക് ഡ്രാമയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. ഡൊണാൾഡ് ട്രംപ് തന്റെ സ്വഭാവം അനുസരിച്ച് അവസാന നിമിഷം വരെ സസ്പെൻസ് നിലനിർത്തുകയാണ്. ഇറാന്റെ ഈ 10 കണ്ടീഷൻസ് അമേരിക്ക പൂർണ്ണമായും അംഗീകരിക്കുമോ? ഹോർമുസ് കടലിടുക്കിലെ ആ $1 മില്യൺ ടോൾ നടപ്പിലാകുമോ? വരും ദിവസങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും സമാധാനത്തിനും നിർണായകമാണ്. ലോകരാഷ്ട്രീയം ഇന്ന് നിൽക്കുന്നത് വലിയൊരു വഴിത്തിരിവിലാണ്. ഒരു വശത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റെഡ് ലൈൻ ഭീഷണി, മറുവശത്തെ ഇറാന്റെ പ്രതിരോധം. ഇതിനിടയിൽ സ്വയം ഒരു സമാധാന ദൂതനായി അവതരിക്കാൻ ശ്രമിച്ച പാകിസ്ഥാന് സംഭവിച്ചത് എന്താണ്? മുസ്ലിം രാജ്യങ്ങളുടെ സൈനിക നായകനാകാൻ സ്വപ്നം കണ്ട ജനറൽ അസീം മുനീർ ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലാണ്. ഇസ്ലാമിക് നേറ്റോ എന്ന വലിയ പ്രോജക്റ്റ് ഇന്നൊരു നയതന്ത്ര ബാധ്യതയായി മാറിയിരിക്കുന്നു. ഇന്ന് ഏപ്രിൽ 8, 2026. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇറാൻ അമേരിക്കൻ അതിർത്തിയിലും ഇസ്ലാമാബാദിലെ നയതന്ത്ര ഇടനാഴികളിലും നടന്ന നാടകീയ നീക്കങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് ആ ഒരു വലിയ സ്വപ്നത്തെക്കുറിച്ച് സംസാരിക്കാം. സൗദി അറേബ്യ, തുർക്കി, ഈജിപ്റ്റ് തുടങ്ങിയ കരുത്തരായ ഇസ്ലാമിക രാജ്യങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന ഒരു സംയുക്ത സുരക്ഷാ സഖ്യം, ഇത് രൂപീകരിക്കാനായിരുന്നു പാകിസ്ഥാന്റെ പ്ലാൻ. ഇതിന്റെ അധിപനായി ഫീൽഡ് മാർഷൽ അസീം മുനീർ സ്വയം അവരോധിക്കപ്പെടുന്നു. പക്ഷേ റിയാലിറ്റി ചെക്ക് വന്നപ്പോൾ കഥ മാറി. പാകിസ്ഥാന്റെ കയ്യിൽ ഈ സഖ്യത്തെ നയിക്കാനുള്ള സാമ്പത്തിക ഭദ്രതയോ ആയുധബലമോ ഇല്ലെന്ന് ഇന്ന് ലോകം തിരിച്ചറിയുന്നു. സ്വന്തം രാജ്യത്തെ സാമ്പത്തിക തകർച്ച പരിഹരിക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് മുന്നിൽ കൈ നീട്ടുന്ന ഒരാൾ എങ്ങനെ ലോക സുരക്ഷ ഉറപ്പാക്കും? ഈ ഒരു ചോദ്യം ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാവുകയാണ്. ഇങ്ങനെയാണ് ഇസ്ലാമിക ലോകത്തിന്റെ സുരക്ഷാ നായകനായി സ്വയം അവരോധിക്കാനുള്ള പാകിസ്ഥാന്റെ ദീർഘകാലമായുള്ള മോഹങ്ങൾ കടുത്ത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ തുടങ്ങിയത്.
ഇസ്ലാമാബാദിന്റെ നേതൃത്വത്തിൽ രൂപപ്പെടുമെന്ന് കരുതിയ ഇസ്ലാമിക് നേറ്റോ എന്ന ബൃഹത്തായ സ്വപ്നം വെറും ഒരു നയതന്ത്ര ബാധ്യതയായി മാത്രം മാറിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ നേതൃത്വത്തിൽ മുസ്ലിം രാജ്യങ്ങളുടെ പ്രധാന സൈനിക പങ്കാളിയായി മാറാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾ പ്രാദേശിക യുദ്ധങ്ങളും ആഭ്യന്തര സമ്മർദ്ദങ്ങളും കാരണം ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. ഈ തന്ത്രപരമായ പരാജയം അസീം മുനീറിനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റയ്ക്കാക്കുന്നു എന്ന് മാത്രമല്ല, പാകിസ്ഥാന്റെ വിദേശ നയത്തെ ഒരു ഇംബാലൻസിലേക്ക് തള്ളിവിടുകയും ചെയ്തിരിക്കുകയാണ്. സൗദി അറേബ്യ, തുർക്കി, ഈജിപ്ത്, സൊമാലിയ തുടങ്ങിയ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി ഒരു സംയുക്ത സുരക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു പാകിസ്ഥാന്റെ പ്രധാന ലക്ഷ്യം. ഇതിലൂടെ മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കൻ മേഖലയിലും തങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കാമെന്നും അതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു നിർണായക ശക്തിയായി മാറാൻ കഴിയുമെന്നും ഇസ്ലാമാബാദ് കണക്ക് കൂട്ടിയിരുന്നു. എന്നാൽ മാറുന്ന ആഗോള സഖ്യങ്ങളും രാഷ്ട്രീയ പരിമിതികളും ഈ പദ്ധതിക്ക് തിരിച്ചടിയായി. പാകിസ്ഥാന്റെ ആഭ്യന്തര സാഹചര്യങ്ങൾ തന്നെയാണ് ഇതിന് പ്രധാന തടസ്സമായത്. നമുക്കറിയാം, ഇന്നലെ രാത്രി 8 മണി വരെയായിരുന്നു ഇറാനെ തകർക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്ന ആ ഒരു ഡെഡ് ലൈൻ. ആ സമയത്ത് പാകിസ്ഥാൻ വലിയൊരു മീഡിയേഷൻ ശ്രമം നടത്തി. ഇറാനെ അനുനയിപ്പിക്കാൻ ഷെഹബാസ് ഷെരീഫും സംഘവും കിഴഞ്ഞു പരിശ്രമിച്ചു. ഒടുവിൽ 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടു. ഇവിടെ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് തങ്ങളുടെ നയതന്ത്ര വിജയമാണ് എന്നാണ്. എന്നാൽ സത്യം അതല്ല. ഇറാൻ മുന്നോട്ട് വെച്ച 10 പോയിന്റ് കണ്ടീഷൻസ്, അതായത് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഓരോ കപ്പലിനും $2 മില്യൺ ടോൾ നൽകണമെന്ന നിബന്ധന ഉൾപ്പെടെ അമേരിക്കയ്ക്ക് അംഗീകരിക്കേണ്ടി വന്നത് യുദ്ധം ഒഴിവാക്കാൻ മാത്രമാണ്. ഇവിടെ പാകിസ്ഥാൻ വെറും ഒരു സന്ദേശവാഹകൻ, മെസ്സഞ്ചർ മാത്രമായി ഒതുങ്ങി. ഇറാൻ പലപ്പോഴും പാകിസ്ഥാന്റെ നിർദ്ദേശങ്ങളെ പുച്ഛിച്ചു തള്ളുകയായിരുന്നു എന്നതാണ് വസ്തുത. ഇനി പാകിസ്ഥാന്റെ ഈ നയതന്ത്ര പരാജയത്തിന് പിന്നിൽ വലിയൊരു ആഭ്യന്തര കാരണമുണ്ട്. രാജ്യത്തിനകത്തെ സങ്കീർണമായ ജനസംഖ്യാപരമായ ഘടനയും മതപരമായ വേർതിരിവുകളും നയതന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് പാകിസ്ഥാനെ പിന്നോട്ട് വലിക്കുന്നു. പാകിസ്ഥാൻ ജനസംഖ്യയുടെ 15% വരുന്ന ഷിയ വിഭാഗം. സൈന്യത്തിലും ഉന്നത ഉദ്യോഗസ്ഥ തലത്തിലും അവർക്ക് വലിയ സ്വാധീനമുണ്ട്. ഇറാനെതിരെ ഒരു നിലപാട് എടുത്താൽ രാജ്യത്തിനകത്ത് വലിയൊരു ആഭ്യന്തര കലാപം ഉണ്ടാകുമെന്ന് മുനീർ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇറാനെതിരെ സംസാരിക്കാനും കഴിയില്ല, ഇറാനെ പിന്തുണച്ചാൽ അമേരിക്കയെ പിണക്കാനും കഴിയില്ല. ഈ ഒരു ത്രിശങ്കു സ്വർഗത്തിൽപ്പെട്ട പാകിസ്ഥാൻ ഇന്ന് വിശ്വാസ്യതയില്ലാത്തൊരു രാജ്യമായി മാറി. ഗൾഫ് രാജ്യങ്ങൾ പോലും ഇന്ന് പാകിസ്ഥാന്റെ സൈനിക സഹായത്തെ സംശയത്തോടെയാണ് നോക്കുന്നത്. ലോക സുരക്ഷാ നായകനാകാൻ ഇറങ്ങി പുറപ്പെട്ട പാകിസ്ഥാന് സ്വന്തം അതിർത്തി പോലും സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നതിന് തെളിവാണ് 2025 ജനുവരിയിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം. ബലൂചിസ്ഥാനിലെ തീവ്രവാദികളെ ലക്ഷ്യമിട്ട് ഇറാൻ പാകിസ്ഥാനിൽ കയറി ആക്രമിച്ചു. ഇത് അസീം മുനീറിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചു. സ്വന്തം മണ്ണിൽ വിദേശ സൈന്യം ബോംബിടുമ്പോൾ നോക്കി നിൽക്കേണ്ടി വന്ന പാകിസ്ഥാൻ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് സംരക്ഷണം നൽകുന്നത്? അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുമ്പോൾ പാകിസ്ഥാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാർഡുണ്ട്: ഇന്ത്യയുമായുള്ള സംഘർഷം. ഇപ്പോൾ ആഭ്യന്തരമായ ബലൂചിസ്ഥാനിലും ഖൈബർ പത്തൂൻഖ്വയിലും ജനങ്ങൾ സൈന്യത്തിനെതിരെ തിരിയുകയാണ്. ഈ ശ്രദ്ധ തിരിക്കാനായി അതിർത്തിയിൽ ചെറിയ പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ സൈന്യം മുതിർന്നേക്കാം. എന്നാൽ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ അതീവ ജാഗ്രതയിലാണ്. ഇന്ന് പാകിസ്ഥാന്റെ വിദേശ നയം അസ്തമയത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് രാവിലെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ വളരെ ദുർബലമാണ്. ഹോർമുസ് കടലിടുക്കിലെ ടോൾ പിരിവിനെതിരെ പല പാശ്ചാത്യ രാജ്യങ്ങളും രംഗത്ത് വന്നു കഴിഞ്ഞു. പാകിസ്ഥാൻ ഇതിലൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുമെന്ന് ആരും കരുതുന്നില്ല. ഇസ്ലാമാബാദിൽ ഇന്ന് ചേരുന്ന പ്രത്യേക സുരക്ഷാ യോഗത്തിൽ അസീം മുനീർ തന്റെ പദവി സംരക്ഷിക്കാനുള്ള പുതിയ അടവുകൾ പയറ്റിയേക്കാം. പക്ഷേ ഇസ്ലാമിക് നേറ്റോ എന്നത് വെറും ഒരു കടലാസ സ്വപ്നമായി അവസാനിക്കാനാണ് സാധ്യത. ഭൂമിയിലെ ഒരു വലിയ സംസ്കാരം, ദശലക്ഷക്കണക്കിന് മനുഷ്യർ, ഒരു ജനതയുടെ മൊത്തം ചരിത്രം, ഇതെല്ലാം വെറും 90 മിനിറ്റുകൾക്കുള്ളിൽ ചാരമായി മാറുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നലെ രാത്രി, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2026 ഏപ്രിൽ 7 ചൊവ്വാഴ്ച രാത്രി, ലോകം ആ ഭീകരമായ അന്ത്യവിധിക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയായിരുന്നു. ഇന്ന് രാത്രി ഒരു നാഗരികത മരിക്കുമെന്ന് വൈറ്റ് ഹൌസിൽ നിന്നും ഡൊണാൾഡ് ട്രംപിന്റെ വിരലുകൾ ടൈപ്പ് ചെയ്തപ്പോൾ പെർഷ്യൻ ഗൾഫിൽ അമേരിക്കൻ B-52 ബോംബറുകൾ ചിറകു വിരിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ ആ 90 മിനിറ്റുകളിൽ ലോകം കണ്ടത് യുദ്ധമല്ല, മറിച്ച് മനുഷ്യത്വത്തിന്റെ അതിശക്തമായ ഒരു തിരിച്ചുവരവാണ്. പവർ പ്ലാന്റുകൾക്ക് ചുറ്റും കൈകോർത്തു നിന്ന ഇറാനിയൻ വിദ്യാർത്ഥികൾ, വത്തിക്കാനിൽ നിന്നും പോപ്പ് ലിയോ ഉയർത്തിയ ശാസനം, ചൈനയുടെ അണിറയിലെ കരുനീക്കങ്ങൾ. ഒടുവിൽ രാത്രി 11:32 ട്രംപ് ആ റെഡ് ബട്ടണിൽ നിന്നും വിരലെടുത്തു. ഇന്ന് രാത്രി ഒരു നാഗരികത മരിക്കും എന്ന ട്രംപിന്റെ ഭീകരമായ ഭീഷണിയിൽ നിന്നും മേഖലയാകെ വിറപ്പിച്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിൽ നിന്നും ലോകം തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുകയാണ്. യുദ്ധത്തിന്റെ വക്കിൽ നിന്നും സമാധാനത്തിന്റെ തീരത്തേക്ക് നയതന്ത്രം എങ്ങനെയാണ് കപ്പലടുപ്പിച്ചത്? ഇറാൻ പ്രയോഗിച്ച ഹ്യൂമൻ ഷീൽഡ് തന്ത്രം ട്രംപിനെ ഭയപ്പെടുത്തിയോ? നമുക്ക് നോക്കാം.
ഈ വർഷം ഫെബ്രുവരി 28-നാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിക്ക് തുടക്കമിട്ടത്. എന്നാൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഇറാന്റെ സാമ്പത്തിക സിരയായ ഖാർ ദ്വീപിന് നേരെ നടന്ന വ്യോമാക്രമണം സ്ഥിതിഗതികൾ വഷളാക്കി. ഇതിന് പിന്നാലെയാണ് ചൊവ്വാഴ്ച രാത്രി 8 മണി എന്ന ഡെഡ് ലൈൻ ട്രംപ് പ്രഖ്യാപിച്ചത്. ഹോർമുസ് കടലിടുക്ക് തുറന്നില്ല എങ്കിൽ ഇറാന്റെ പവർ പ്ലാന്റുകളും പാലങ്ങളും തകർക്കുമെന്നായിരുന്നു ഭീഷണി. ട്രംപിന്റെ ആ സോഷ്യൽ മീഡിയ പോസ്റ്റ് അതൊരു വെറും ഭീഷണി ആയിരുന്നില്ല, മറിച്ചൊരു ജനതയെ മുഴുവൻ കൊന്നൊടുക്കുമെന്ന യുദ്ധപ്രഖ്യാപനമായിരുന്നു. ആധുനിക ലോകത്ത് ഒരു രാഷ്ട്രത്തലവനും ഉപയോഗിക്കാത്ത അത്രയും ക്രൂരമായ ഭാഷയിലാണ് ട്രംപ് അന്ന് സംസാരിച്ചത്. ഇതോടെ ലോകം കണ്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടപലായനങ്ങളും വിലാപങ്ങളുമാണ്. അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ ഇറാന്റെ വ്യോമാതിർത്തി ലക്ഷ്യമാക്കി നീങ്ങുന്നുവെന്ന വാർത്ത വന്നതോടെ തെഹ്റാനിലും ഇസ്ഫഹാനിലും പരിഭ്രാന്തി പടർന്നു. പക്ഷേ അവിടെ ഇറാൻ ഭരണകൂടം സ്വീകരിച്ച ഒരു നിലപാട് അമേരിക്കയെ ചിന്തിപ്പിച്ചു. പവർ പ്ലാന്റ് ഡേ, ബ്രിഡ്ജ് ഡേ എന്നീ പേരുകളിൽ വിദ്യാർത്ഥികളോടും കായിക താരങ്ങളോടും ഊർജ്ജ നിലയങ്ങളിലും പ്രധാന പാലങ്ങളിലും ഒത്തുകൂടാൻ ഇറാൻ ആഹ്വാനം ചെയ്തു. ലക്ഷക്കണക്കിന് മനുഷ്യർ തങ്ങളുടെ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ചുറ്റും ഹ്യൂമൻ ഷീൽഡായി നിന്നു. നിങ്ങൾ ഞങ്ങളുടെ പ്ലാന്റുകൾ തകർക്കണമെങ്കിൽ ആദ്യം ഞങ്ങളുടെ ശരീരത്തിൽ ബോംബിടണം എന്ന ആ ഒരു സന്ദേശം വൈറ്റ് ഹൌസിനെ സമ്മർദ്ദത്തിലാക്കി. ഒരു വലിയ യുദ്ധക്കുറ്റത്തിന് ട്രംപ് തയ്യാറാകുമോ എന്നതായിരുന്നു അപ്പോഴത്തെ ചോദ്യം. ലോകം ഒരു ആണവ യുദ്ധത്തിന്റെ മുന്നിൽ നിൽക്കെയാണ് വമ്പൻ ശക്തികളുടെ ഇടപെടലുണ്ടായത്. ഇവിടെ ചൈനയുടെ റോൾ വളരെ നിർണായകമായിരുന്നു. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ഹോട്ട് ലൈൻ ചർച്ചകൾക്ക് ചൈന മധ്യസ്ഥത വഹിച്ചു. ഒപ്പം വത്തിക്കാനിൽ നിന്നും പോപ്പ് ലിയോ 14 ശക്തമായ പ്രതികരണം വന്നു. ട്രംപിന്റെ വാക്കുകൾ മനുഷ്യത്വത്തിന് വിരുദ്ധമാണെന്നും ലോകം ഇത് അനുവദിക്കില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു. ഇതിനിടെ ആഗോള വിപണിയിൽ എണ്ണവില റെക്കോർഡ് ഉയരത്തിലെത്തി. ലോകം മുഴുവൻ ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങുമെന്ന് കണ്ടതോടെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയ്ക്ക് മേൽ കടുത്ത പ്രഷർ ചെലുത്തി. ഒടുവിൽ ഡെഡ് ലൈൻ കഴിഞ്ഞ് 3.5 മണിക്കൂറുകൾക്ക് ശേഷം, അതായത് രാത്രി 11:32 ട്രംപ് തന്റെ സൈന്യത്തിന് വെടിനിർത്തൽ ഉത്തരവ് നൽകി. ഈ യുദ്ധപ്രതിസന്ധിയിൽ അമേരിക്കയെ പിന്നോട്ട് വലിച്ചത് വെറും ഒരു വെടിനിർത്തൽ കരാർ മാത്രമല്ല, മറിച്ച് ലോകത്തെ 2 കരുത്തരായ ചൈനയുടെയും റഷ്യയുടെയും ഇടപെടലുകളാണ്. ട്രംപ് തന്റെ മിസൈലുകൾക്ക് ഓർഡർ നൽകാൻ കാത്തിരിക്കുമ്പോൾ ബീജിംഗിലും മോസ്കോയിലും തിരശ്ശീലയ്ക്ക് പിന്നിൽ നടന്നത് അതീവ രഹസ്യമായ നീക്കങ്ങളായിരുന്നു. ഒന്നാമതായി ചൈനയുടെ നയതന്ത്ര കത്രികപ്പൂട്ടാണ്. ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവ് എന്ന നിലയിൽ ചൈനയ്ക്ക് ഈ ഒരു യുദ്ധം വലിയൊരു സാമ്പത്തിക ആഘാതമായിരുന്നു. അതുകൊണ്ട് തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് നേരിട്ടാണ് വിഷയത്തിൽ ഇടപെട്ടത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ സംസാരിക്കാൻ ഒരു പാലമായി ചൈന നിന്നു. എന്നാൽ അതിലുപരിയായി ചൈന നൽകിയ ഒരു മുന്നറിയിപ്പുണ്ട്. ഇറാനെ ആക്രമിച്ചാൽ ലോക വിപണിയിൽ ഡോളറിന്റെ സ്വാധീനം കുറയ്ക്കാൻ തങ്ങൾ കടുത്ത നടപടികൾ എടുക്കുമെന്നത്. ട്രംപിനെ പോലെ ഒരു ബിസിനസ്സുകാരന് ആ ഭീഷണി അവഗണിക്കാനാവില്ലായിരുന്നു. ഇനി രണ്ടാമതായിട്ട് റഷ്യയുടെ സൈനിക ജാഗ്രതയാണ്. റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള നീക്കം അല്പം കൂടി കടുപ്പമേറിയതായിരുന്നു. ഇറാന്റെ ആകാശത്ത് തങ്ങളുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ S-400, S-500 മിസൈൽ സിസ്റ്റംസ് പോലുള്ളവ റഷ്യ സജ്ജമാക്കി കഴിഞ്ഞിരുന്നു. ഇറാനെ തൊട്ടാൽ അത് റഷ്യയുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലായി മാറുമെന്ന് പുടിൻ പരോക്ഷമായി സൂചിപ്പിച്ചു. അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ ഓരോ ചലനവും റഷ്യൻ സാറ്റലൈറ്റുകൾ നിരീക്ഷിച്ച് ഇറാന് വിവരങ്ങൾ കൈമാറുന്നുണ്ടായിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് ചൈനയും റഷ്യയും സംയുക്തമായ ഒരു പ്രസ്താവന ഇറക്കി. ഒരു നാഗരികതയെ നശിപ്പിക്കുന്നത് ലോകം നോക്കി നിൽക്കില്ല. ഇത് വെറും ഒരു വാക്കല്ല, മറിച്ച് അമേരിക്ക ഒറ്റപ്പെടുമെന്ന വലിയൊരു മുന്നറിയിപ്പായിരുന്നു. ഇറാൻ മുന്നോട്ട് വെച്ച ആ 10-point പീസ് പ്ലാനിന് പിന്നിൽ റഷ്യയുടെയും ചൈനയുടെയും ബുദ്ധിയുണ്ടെന്ന് ഇന്ന് ലോകം വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന് ചൈനയും റഷ്യയും ചേർന്നിട്ട് ഒരു വലിയ തടസ്സമായിരുന്നു ആ രാത്രി കണ്ടത്. ഈ 2 ആഴ്ചത്തെ വെടിനിർത്തൽ സമയത്ത് ഇസ്ലാമാബാദിൽ നടക്കാൻ പോകുന്ന ചർച്ചകളിൽ ഈ 2 വമ്പൻ ശക്തികളും വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ്. ഇനി എന്താണ് ഈ ഒരു വെടിനിർത്തലിന് ആധാരമായത്? ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമേനി മുന്നോട്ട് വെച്ച 10-point പീസ് പ്ലാൻ ട്രംപ് അംഗീകരിക്കുകയായിരുന്നു. ഇതിലെ ഏറ്റവും വലിയ പോയിന്റ് ഹോർമുസ് കടലിടുക്ക് ഉടനടി തുറന്നു നൽകാമെന്ന ഉറപ്പാണ്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 20% നിയന്ത്രിക്കുന്ന ഈ പാത തുറന്നതോടെ ആഗോള വിപണി ശാന്തമായി. എണ്ണവിലയിൽ ഒറ്റയടിക്ക് 15% ഇടിവുണ്ടായി. ഇത് ട്രംപിന് അമേരിക്കൻ ജനതയ്ക്ക് മുന്നിൽ ഒരു വിജയമായി അവതരിപ്പിക്കാൻ സാധിച്ചു. ഇന്ന് രാവിലെ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇറാനിലെ തെരുവുകളിൽ ജനങ്ങൾ വിജയാഘോഷത്തിലാണ്. എങ്കിലും ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ്സ് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ കൈകൾ ഇപ്പോഴും ട്രിഗറിലാണ്. നേരിയ പിഴവുണ്ടായാൽ പോലും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർ വ്യക്തമാക്കുന്നു. ഇസ്രായേൽ ഈ വെടിനിർത്തലിനോട് താൽക്കാലികമായി സഹകരിക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള നിരീക്ഷണം അവർ അവസാനിപ്പിച്ചിട്ടില്ല. വരാനിരിക്കുന്ന വെള്ളിയാഴ്ച പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഔദ്യോഗിക ചർച്ചകൾ തുടങ്ങും.
പശ്ചിമേഷ്യയുടെ ഭാവി നിശ്ചയിക്കുന്ന 2 ആഴ്ചകളായിരിക്കും ഇനി വരാനിരിക്കുന്നത്. ഈ സംഭവ വികാസങ്ങളൊക്കെ ലോകത്തിന് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. ഒരൊറ്റ സോഷ്യൽ മീഡിയ പോസ്റ്റ് കൊണ്ട് ലോകത്തെ വിറപ്പിക്കാൻ കഴിയുന്ന ഭരണാധികാരികൾ സമാധാനത്തിന് എത്രത്തോളം വലിയ ഭീഷണിയാണെന്ന് നമ്മൾ കണ്ടു. പക്ഷെ അതേസമയം തന്നെ ചൈനയെ പോലെയുള്ള രാജ്യങ്ങളുടെ നയതന്ത്ര ഇടപെടലുകൾക്ക് അമേരിക്കയെ പോലും തിരുത്തിക്കാൻ സാധിക്കുമെന്നത് പുതിയ ലോകക്രമത്തിന്റെ സൂചനയാണ്. യുദ്ധം കൊണ്ട് ഒരു നാഗരികതയെയും ഇല്ലാതാക്കാൻ കഴിയില്ല എന്നും പരസ്പര സഹകരണമാണ് ഏക പോംവഴിയെന്നും ആ 90 മിനിറ്റുകൾ നമ്മെ പഠിപ്പിച്ചു. ഇസ്ലാമാബാദിലെ ചർച്ചകൾ വെറും ഒരു വെടിനിർത്തലിൽ ഒതുങ്ങാതെ മേഖലയിൽ ശാശ്വതമായ സമാധാനം കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ലോകം ശ്വാസം അടക്കിപ്പിടിച്ച ആ രാത്രി കഴിഞ്ഞു. പക്ഷേ ഭീതി പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല. ഇസ്ലാമാബാദിലെ ആ മേശയ്ക്ക് ചുറ്റും നടക്കാൻ പോകുന്ന ചർച്ചകളിലാണ് ഇനി ലോകത്തിന്റെ കണ്ണ്. യുദ്ധത്തിന് പകരം നയതന്ത്രം വിജയിക്കുന്ന ഒരു പുതിയ പുലരി പശ്ചിമേഷ്യയിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അമേരിക്കൻ ചാരസംഘടനയായ CIA വികസിപ്പിച്ചെടുത്ത അതീവ രഹസ്യമായ ഒരു സാങ്കേതിക വിദ്യയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗോസ്റ്റ് മർമർ. കേൾക്കുമ്പോൾ തന്നെ ഒരു നിഗൂഢത തോന്നുന്ന ഈ പേര് ഇന്ന് ലോക രാജ്യങ്ങളെ ഒന്നടങ്കം ഭയപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ഇറാനിലെ വിജനമായ മലനിരകളിൽ തകർന്നു വീണ US എയർമാനെ ഈ ഉപകരണം വഴി കണ്ടെത്തിയത്? നമുക്ക് ഈ ക്വാണ്ടം നിഗൂഢതയിലേക്ക് കടക്കാം. വാർത്തയിലേക്ക് കടക്കുന്നതിന് മുൻപ് സാഹചര്യം ഒന്ന് വിശദീകരിക്കാം. കഴിഞ്ഞ ആഴ്ചയാണ് ഇറാൻ അമേരിക്കൻ സംഘർഷത്തിനിടയിൽ പെർഷ്യൻ അതിർത്തിയിൽ വെച്ച് ഒരു US F-15E സ്ട്രൈക്ക് ഈഗിൾ വിമാനം തകർന്നു വീണത്. വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റിനെ ഉടൻ തന്നെ റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തിയെങ്കിലും രണ്ടാമത്തെ ഓഫീസറായ വെപ്പൺ സിസ്റ്റംസ് ഓഫീസർ WSO മലനിരകളിൽ കാണാതെയായിരുന്നു. ഇറാൻ സമയം അദ്ദേഹത്തിനായി വൻ തിരച്ചിൽ നടത്തുന്ന സമയം. ജീവനോടെ പിടികൂടിയാൽ അമേരിക്കയ്ക്ക് മേൽ വലിയൊരു നയതന്ത്ര വിജയം നേടാമെന്ന് ഇറാൻ കണക്കുകൂട്ടി. എന്നാൽ 2 ദിവസം ഇദ്ദേഹം ഒരു ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചിരുന്നു. കൈവശമുണ്ടായിരുന്ന എമർജൻസി ബീക്കണുകൾ ശത്രുക്കൾക്ക് ലൊക്കേഷൻ കാട്ടിക്കൊടുക്കുമെന്ന ഭയത്താൽ അദ്ദേഹം ഓഫ് ചെയ്തിരുന്നു. അവിടെയാണ് CIA ഈ അത്ഭുത ആയുധം രംഗപ്രവേശം ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ECG എടുക്കുമ്പോൾ സെൻസറുകൾ നമ്മുടെ നെഞ്ചിൽ നേരിട്ട് ഘടിപ്പിക്കാറുണ്ട്. ഹൃദയം തുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ സിഗ്നലുകൾ അളക്കാനാണിത്. എന്നാൽ CIA ഈ ഉപകരണം 40 മൈൽ, അതായത് ഏകദേശം 65 കിലോമീറ്റർ അകലെ നിന്നും ഒരു മനുഷ്യന്റെ ഹൃദയമിടിപ്പ് തിരിച്ചറിയും. ക്വാണ്ടം മാഗ്നറ്റോമെട്രി എന്ന ശാസ്ത്രശാഖയാണ് ഇതിന്റെ അടിസ്ഥാനം. ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിലെ കാന്തിക വലയത്തിലെ അതിസൂക്ഷ്മമായ മാറ്റങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയുന്ന സെൻസറുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. മനുഷ്യന്റെ ഹൃദയം ഓരോ തവണ തുടിക്കുമ്പോഴും വളരെ ചെറിയൊരു കാന്തിക തരംഗം പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ തരംഗത്തിന്റെ സവിശേഷമായ സിഗ്നേച്ചർ വേർതിരിച്ചെടുക്കാൻ ഗോസ്റ്റ് മർമറിന് സാധിക്കും. സിന്തറ്റിക് ഡയമണ്ട്സ്, അതായത് ഈ കൃത്രിമ വജ്രങ്ങളിൽ ഉണ്ടാക്കുന്ന സൂക്ഷ്മമായ അറ്റോമിക് മാറ്റങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ സെൻസറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു ചോദ്യം ഉയരാം. ഒരു വലിയ മലനിരയിലോ മരുഭൂമിയിലോ ഒരു മനുഷ്യന്റെ ഹൃദയമിടിപ്പ് മാത്രം വേർതിരിച്ചെടുക്കുക എന്നത് അസാധ്യമല്ലേ എന്ന്. കാരണം കാറ്റ് വീശുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, മൃഗങ്ങളുടെ ഹൃദയമിടിപ്പ്, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പുറപ്പെടുവിക്കുന്ന സിഗ്നലുകൾ, ഇങ്ങനെ ഒട്ടേറെ നോയ്സസ്, തടസ്സങ്ങൾ ഉണ്ടാകും. ഇവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI അതിന്റെ മാജിക് കാണിക്കുന്നത്. ലഭിക്കുന്ന ആയിരക്കണക്കിന് ഡേറ്റകളിൽ നിന്നും മനുഷ്യ ഹൃദയത്തിന്റെ കൃത്യമായ താളം, ആ ഒരു റിതം തിരിച്ചറിയാൻ CIA സൂപ്പർ കമ്പ്യൂട്ടറുകൾക്ക് സാധിച്ചു. ഓരോ മനുഷ്യന്റെ ഹൃദയമിടിപ്പിനും ഒരു ഫിംഗർ പ്രിന്റ് പോലെ പ്രത്യേകതയുണ്ട്. മുൻപ് CIA ശേഖരിച്ച സൈനികരുടെ ഹെൽത്ത് റെക്കോർഡുകൾ ഉപയോഗിച്ച് ഇത് ഒത്തുനോക്കി. മലനിരകളിൽ ഒളിച്ചിരിക്കുന്നത് തങ്ങളുടെ ആൾ തന്നെയാണ് എന്ന് അമേരിക്ക ഉറപ്പിച്ചു. ഇറാൻ സൈന്യം മലനിരകൾ വളഞ്ഞു കഴിഞ്ഞിരുന്നു. ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചിരുന്ന അമേരിക്കൻ സൈനികന്റെ ജീവൻ അപകടത്തിലായ നിമിഷം. പക്ഷേ ഗോസ്റ്റ് മർമർ നൽകിയ കൃത്യമായ ലൊക്കേഷൻ മാപ്പ് ഉപയോഗിച്ച് US സ്പെഷ്യൽ ഫോഴ്സ് ഒരു റെസ്ക്യൂ പ്ലാൻ തയ്യാറാക്കി. അദ്ദേഹം ശ്വസിക്കുന്നുണ്ടോ, ഹൃദയമിടിപ്പ് എത്രയാണ്, അദ്ദേഹം പരിഭ്രാന്തനാണോ എന്നതുപോലും തത്സമയം നിരീക്ഷിക്കാൻ കമാൻഡോകൾക്ക് കഴിഞ്ഞു. തുടർന്ന് നടന്ന മിന്നൽ നീക്കത്തിലൂടെ അമേരിക്കൻ പൈലറ്റിനെ സുരക്ഷിതമായി എയർലിഫ്റ്റ് ചെയ്തു. ഇറാൻ സൈന്യം അവിടെ എത്തുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് തന്നെ അമേരിക്കൻ കമാൻഡോകൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയിരുന്നു. ഈ വാർത്ത പുറത്തു വന്നതോടെയാണ് ലോകം ഗോസ്റ്റ് മർമറിനെ കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. ഏപ്രിൽ 8 പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഡൊണാൾഡ് ട്രംപ് ഈ വിജയത്തെ തന്റെ മാക്സിമം പ്രഷർ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഉയർത്തിക്കാട്ടുന്നത്. ഞങ്ങളുടെ വീരപുത്രന്മാരെ കണ്ടെത്താൻ അദൃശ്യമായ കണ്ണുകൾ ഞങ്ങൾക്കുണ്ട് എന്നാണ് ട്രംപ് പ്രതികരിച്ചത്. എന്നാൽ ഇതിനെതിരെ ഇറാനും റഷ്യയും രംഗത്തെത്തിയിട്ടുണ്ട്. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനെ ഡിജിറ്റൽ അധിനിവേശം എന്നാണ് വിളിച്ചത്. ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണിത് എന്നും അവർ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം CIA ഈ സാങ്കേതികവിദ്യ കൂടുതൽ ഡ്രോണുകളിലും സാറ്റലൈറ്റുകളിലും ഘടിപ്പിക്കാൻ പോവുകയാണ്. അതായത് ശത്രുരാജ്യത്തെ ഒളിത്താവളങ്ങളിൽ കഴിയുന്ന ഭീകരവാദികളെ കണ്ടെത്താൻ ഇനി ക്യാമറയുടെ ആവശ്യം പോലും വരില്ല എന്നർത്ഥം.
ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ടെക്നോളജി സൈനികർക്ക് ഗുണകരമാണെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതൊരു ഭീഷണിയാണോ? എവിടെയും ഒളിച്ചിരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയാണിത്. നിങ്ങളുടെ വീടിന്റെ ചുവരുകൾക്കുള്ളിലായാലും ഭൂമിക്ക് അടിയിലായാലും നിങ്ങളുടെ ഹൃദയം തുടിക്കുന്നുണ്ടെങ്കിൽ CIA-ക്ക് നിങ്ങളെ കാണാൻ സാധിക്കും. ഇത് പ്രിവസിയുടെ, അതായത് സ്വകാര്യതയുടെ നഗ്നമായ ലംഘനമാണ് എന്ന് ഇതിനോടകം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വിമർശനം ഉയർന്നു കഴിഞ്ഞു. ക്വാണ്ടം സെൻസറുകൾ വഴി ലോകത്തിലെ ഓരോ മനുഷ്യനെയും 24 മണിക്കൂറും നിരീക്ഷിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്ന ഒരു കാലം വിദൂരമല്ല. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും മറുവശത്ത് ഇത്തരം ക്വാണ്ടം വാർഫെയർ വികസിപ്പിക്കുകയാണ് ലോകശക്തികൾ. ലോകം സാക്ഷ്യം വഹിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നയതന്ത്ര നാടകത്തിനാണ്. യുദ്ധത്തിന്റെ തീജ്വാലകളിൽ നിന്നും ലോകം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു. നാഗരികതകൾ മരിക്കാനല്ല, മറിച്ച് പരസ്പര സഹകരണത്തിലൂടെ നിലനിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന സന്ദേശമാണ് ഇന്നലെ രാത്രി ലോകത്തിന് നൽകിയത്. സാങ്കേതികവിദ്യയും അധികാരവും എത്ര വളർന്നാലും വിവേകപൂർണമായ തീരുമാനങ്ങളും മനുഷ്യത്വവുമാണ് ലോക സമാധാനത്തിന് ഏക പോംവഴി എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വരാനിരിക്കുന്ന ഇസ്ലാമാബാദ് ചർച്ചകൾ പശ്ചിമേഷ്യയിൽ ഒരു പുതിയ സമാധാന പ്രഭാതത്തിന് വഴിയൊരുക്കുമെന്ന് നമുക്ക് കരുതാം. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.